ഹായ് ഫ്രണ്ട്സ്, കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വ്യത്യസ്ത കോളേജുകൾ ഡിഗ്രി അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തോടനുബന്ധിച്ചുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുന്നേ പ്രസിദ്ധീകരിച്ച കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. admission.uoc.ac.in എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും അതത് കോളേജിൽ ഈ ജൂലൈ 31 വൈകുന്നേരം 3 മണിക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്ത് സ്ഥിരം അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അഡ്മിഷൻ എടുക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിൽ നിന്നും പുറത്താകുന്നതുമാണ്. പുതുതായി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജിൽ പ്രവേശനം എടുക്കേണ്ടത്. സ്റ്റുഡൻസ് ലോഗിൻ വഴിയാണ് മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രവേശനത്തിന് ഹാജരാകുന്നതിന് മുമ്പ് കോളേജുമായി ബന്ധപ്പെടേണ്ടതും പ്രവേശനത്തിനായി അവർ നിർദ്ദേശിക്കുന്ന സമയക്രമം പാലിക്കേണ്ടതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവയൊക്കെ. അതോടൊപ്പം ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികളെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ നിർബന്ധമായും 31/7/2024 വൈകുന്നേരം 3 മണിക്കുള്ളിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. അതായത് ഹയർ ഓപ്ഷൻ നിലവിലുള്ളവർ അതിലേക്ക് ഇനി ഇല്ലെങ്കിൽ ഈ ജൂലൈ 31 വൈകുന്നേരം 3 മണിക്കുള്ളിൽ റദ്ദ് ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഹയർ ഓപ്ഷനിൽ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യേണ്ടി വരും. സ്റ്റുഡൻസ് ലോഗിൻ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ എന്ന മെനുവിലൂടെയാണ് ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് പ്രത്യേകം അറിയാമല്ലോ. റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനിലേക്ക് പിന്നീട് പരിഗണിക്കപ്പെടുകയില്ല. റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ പ്രസ്തുത മെനുവിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തം മാത്രമാണത്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ആ ഓപ്ഷനുകൾ തുടർന്നുള്ള അഡ്മിഷൻ പ്രക്രിയയിലേക്ക് പരിഗണിക്കപ്പെടുകയും ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയത് നഷ്ടപ്പെടുമെന്നും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നിർബന്ധമായും വേണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. 2024-25 അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിലെ മൂന്നാം അലോട്ട്മെൻറ്റിനെ തുടർന്ന് കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തിരുത്തുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം അവസരം 16/7/2024 മുതൽ 18/7/2024 വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല എഡിറ്റിംഗ് സൗകര്യം നൽകിയിരുന്നു. അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അപേക്ഷ പൂർത്തിയാക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണോ എന്ന് അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അന്നേരം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച വിദ്യാർത്ഥികളെ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമിലേക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതായത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് വരിക. നിരവധി വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കുകയും എന്നാൽ അപേക്ഷ പൂർത്തീകരിക്കാത്തതുമായ സാഹചര്യത്തിൽ പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് അപേക്ഷ പൂർത്തീകരിക്കുന്നതിനുള്ള സൗകര്യം 22/7/2024 മുതൽ 23/7/2024 വരെ സ്റ്റുഡൻസ് ലോഗിൻ വഴി ലഭ്യമാക്കിയിരുന്നു. പ്രസ്തുത വിവരം പത്രക്കുറിപ്പ് മുഖേനയും വ്യക്തിഗത SMS മുഖാന്തരവും വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. ആയതിനാൽ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ റാങ്ക് ലിസ്റ്റിലോ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് വരാൻ പോകുന്ന ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലേക്കോ പരിഗണിക്കുകയില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 7/8/2024 ശേഷം ലോഗിൻ ചെയ്ത് അപേക്ഷ പൂർത്തീകരിക്കാം. അതായത് അപേക്ഷ വെച്ചിട്ട് ഇനി എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇനിയും അവസരം കിട്ടുന്നുണ്ട്. അവസരം ഉപയോഗപ്പെടുത്തുക. അത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് അവസരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നവർ ശ്രദ്ധയോടെ കാത്തിരിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളെയും ഓർമ്മിപ്പിക്കുക.